പക്ഷേ ഇത് അവരെ മാനസികമായി ഏതെങ്കിലും തരത്തിൽ തളർത്തിക്കളഞ്ഞതായി നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം തിരിച്ചടി സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഏതായിരുന്നാലും ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ ഭൂരിഭാഗം ആക്രമണങ്ങളും ഇപ്പോഴും പ്രതിരോധിക്കുവാൻ ഇസ്രയേലിന് നല്ല രീതിയിൽ തന്നെ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചില റോക്കറ്റുകൾ നേരിട്ട് പതിക്കുന്നതായും ഇസ്രയേലിനകത്ത് നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുവാനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് അവിടെ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള സെൻസർഷിപ്പ് ഉണ്ട്. അതിന്റെ ഭാഗമായി പൂർണ്ണ വിവരങ്ങൾ വരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്നലെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ എന്നുവെച്ചാൽ ഇസ്രായേലുമായി അതിര് പങ്കിടുന്ന ലെബനോനിൽ നിന്നും നേരിട്ട് ലെബനോനിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. നേരിട്ട്, അതായത് മുഖാമുഖം നിന്നുകൊണ്ട് അവിടെ ആക്രമണം നടക്കുന്നതായുള്ള, ഏറ്റുമുട്ടൽ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു വശത്ത് ഹിസ്ബുള്ളയും മറുവശത്ത് ഇറാനും നേരിട്ട് ഇസ്രായേലിനെ എതിരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോർമോസ് കടലിടുക്ക് ഇപ്പോൾ പ്രതിസന്ധിയിലാണെങ്കിലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യൂറോപ്പിലേക്കും മറ്റും ചരക്കുകൾ കൊണ്ടുപോകാൻ അവർക്ക് സമാന്തരമായ ഒരു റൂട്ട് നിലവിലുണ്ട്. അതായത് നേരത്തെ നമ്മൾ ഗസ യുദ്ധത്തിൽ ഏറെ കേട്ടിരുന്ന ചെങ്കടലിൽ വഴിയുള്ള സൂയസ് കനാൽ വഴിയുള്ള പാതയാണിത്. ഈ പാത ഇപ്പോഴും സുഗമമായി യാത്രകൾ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം, ഈ യുദ്ധം അനന്തമായി നീണ്ടു കഴിഞ്ഞാൽ ഇറാന്റെ മറ്റൊരു കക്ഷി കൂടിയാണ് ഹൂത്തികൾ എന്നറിയപ്പെടുന്ന യമനിലെ കക്ഷികൾ. അവർ കൂടി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക ചെങ്കടൽ വഴി പോകുന്ന ആ കപ്പലുകൾക്ക് നേരെയും ആക്രമണത്തിന് വഴിയൊരുങ്ങും. ഏതായിരുന്നാലും ഈ യുദ്ധം എത്ര നീളും എന്നുള്ളത് യുദ്ധത്തിന്റെ 12ാം ദിനത്തിലും അനിശ്ചിതമായി തുടരുകയാണ്. എണ്ണവില വർദ്ധിക്കില്ല, LPG ഗ്യാസ് വിലവർധന ഉണ്ടാകില്ല. അതിന് സമാന്തരമായി റിസർവുകളിൽ നിന്നും, അതായത് കരുതൽ ശേഖരത്തിൽ നിന്നും നമ്മളിപ്പോൾ അതിനുള്ള റിലീസുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് US പ്രസിഡന്റ് പറയുമ്പോഴും ഇപ്പോഴും തുടരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എണ്ണവില ഉയരുന്നതാണ്. ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 1.5 ലിറ്റർ പെട്രോൾ പോലും ഹോർമോസ് കടലിടുക്കിൽ നിന്നും എടുത്തുകൊണ്ടുപോകാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അവർ പറയുന്നത് ഏതാണ്ട് $200 പെട്രോൾ ടാഗുകളിൽ വില എത്തുന്ന സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആഗോള വിപണിയുടെ കഴുത്തിൽ പിടിക്കാവുന്ന ഇറാന്റെ കയ്യിലുള്ള മികച്ച പ്രതിരോധ ആയുധമാണ് ഹോർമോസ്. അത് അവർ പരമാവധി ഉപയോഗിക്കുന്നതാണ്. 12ാം ദിനത്തിലെയും ചിത്രം വലിയ തോതിൽ നാശനഷ്ടം ആ രാജ്യത്തിനകത്ത് സംഭവിക്കുമ്പോഴും ലെബനോനകത്ത് സംഭവിക്കുമ്പോഴും തിരിച്ചടി 12ാം ദിനത്തിലും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഹരി.